ദൈവം ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കളുണ്ടോ? കാണുമായിരിക്കും, ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. സർപ്രൈസ് പ്ലാനർ എന്ന് പറയുന്ന ഖത്തറിൽ സർപ്രൈസ് ആയിട്ടൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്ന ഒരു ടീമുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിന് ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഇതുപോലുള്ള സമയത്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടീമിനെ കോൺടാക്ട് ചെയ്ത് അവർ സർപ്രൈസ് ആയിട്ട് കൊണ്ട് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരെ ഒന്ന് പ്രാങ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ സ്ക്രീനിൽ കാണുന്ന ബ്ലാക്ക് വേഷമിട്ട ലേഡി, അവരാണ് ഈ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത്. അവരുടെ തൊട്ടടുത്തിരിക്കുന്ന ആ കുട്ടിക്ക്, ആ ലേഡിയുടെ സുഹൃത്താണ് അടുത്തിരിക്കുന്ന ആ കുട്ടി, ആ ഫ്രണ്ടിനാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സർപ്രൈസ് പ്ലാനർ എന്ന് പറഞ്ഞ ടീം വന്ന് പറഞ്ഞത് ബ്ലാക്ക് വേഷമിട്ട ആ ഒരു വ്യക്തി തങ്ങൾക്ക് കുറച്ച് പൈസ തരാനുണ്ട്, ഏതാണ്ട് 5000 റിയാൽ തരാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് ഏതാണ്ട് 1 ലക്ഷത്തിന് മേളാൻ തോന്നും. അത് തരാനുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല. അതിന് താങ്കൾ ഒരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കണം, പകരം താങ്കൾ തരണം എന്ന് പറയുമ്പോൾ ഏത് സുഹൃത്തായാലും ഒന്ന് ഞെട്ടും, ഒന്ന് പാടിക്കും. പക്ഷെ ഈ ഒരു കുട്ടി ഉണ്ടല്ലോ, തന്റെ സുഹൃത്തിന് അവൾ കടത്ത് നിൽക്കുമ്പോൾ രണ്ടാമതൊന്ന് ആ കുട്ടി ചിന്തിച്ചില്ല, ആ ക്യാഷ് ഞാൻ തരാം എന്നങ്ങ് പറയുക. എവിടെങ്കിലും നടക്കൂ, ഏതെങ്കിലും സുഹൃത്തുക്കൾ ചെയ്യൂ. ഞാൻ ഈ പറഞ്ഞ പോലെ അപൂർവങ്ങളിൽ അപൂർവം സംഭവിക്കുക. കണ്ടു. താൻ ഇയാളുടെ ഫ്രണ്ടാണോ? എന്താ തന്റെ പേര്? ഓക്കെ, ഇയാള് നമുക്ക് ഒരു ജോലി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹമ്മദിൽ. ഇയാളുടെ റെക്കമെൻഡിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 5000 റിയാലും ഇയാൾ വാങ്ങിയിട്ടുണ്ട്. ഇയാളിപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവളിപ്പോൾ പറയുന്നത് 15-ാം തീയതി പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ഞാൻ പറഞ്ഞു ഇവളിലെ വാക്കിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാളും കൂടെ പറയണം. താൻ ഗ്യാരണ്ടി നിൽക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു പ്രശ്നം തീർപ്പാക്കാം. നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം. ഓക്കെ, ഈ പുള്ളിക്കാർ ഇവർ ഡോക്യുമെന്റ് എടുത്തിട്ട് വന്നോളൂ. ഇവർ ക്ലിയർ ചെയ്ത് തരാം. എന്നാ വന്നു. എന്ത് പാവം കുട്ടിയല്ലേ, അതിനെ ഫ്രണ്ടായിട്ട് കിട്ടിയ ആ ഒരു വ്യക്തി എന്ത് ഭാഗ്യം ചെയ്തതാ.